തന്നെ മുതുമുത്തച്ഛൻ മഹാത്മാഗാന്ധിയുടെ മരണത്തിന്റെ കഥകൾ കേട്ട് വളർന്ന ഒരു പ്രിയപ്പെട്ട മകൻ. എന്റെ സ്വന്തം അച്ഛൻ കോയമ്പത്തൂരിൽ കഷ്ണം കഷ്ണമായി ചിന്നിച്ചിതറിയപ്പോ മഹാത്മാഗാന്ധി സ്വന്തം മുത്തച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോ അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നുമില്ല. കാരണം അത് ചിലപ്പോൾ നാക്കുപിഴയൊക്കെ ആവാം. സത്യത്തിൽ അത് നാക്കുപിഴയല്ല. കാരണം ഒരു പേര്, ഒരു വർഷം, ഒരു പുസ്തകത്തിന്റെ പേര് അങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് തെറ്റുന്നു, അതൊക്കെയാണല്ലോ നാക്കുപിഴ. മറ്റതൊരു വിഷയം അവതരിപ്പിക്കുകയാണ്. മുത്തച്ഛൻ വെടിയേറ്റ് വീഴുന്നു, അപ്പോൾ അത് കണ്ട പേരക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ ബോധം മനസ്സിലുണ്ടെന്നാണ്. ഇനി എന്തോ ആവട്ടെ, നാക്കുപിഴയെങ്കിൽ നാക്കുപിഴ. അതൊരാൾക്ക് പറ്റുന്ന പശകാണ്, അത് ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ ആവേശത്തോടെ ആർത്ത് കൈയടിച്ചു ഒരു വലിയ പുരുഷാരം, അത് നമ്മളെ ഭയപ്പെടുത്തും. ഞാനൊരു നാട്ടുപുറത്തുകാരനാണ്. ഞങ്ങൾ അങ്ങനെ ദേഷ്യം വരുമ്പോൾ തെറി പറയും, മുണ്ടോക്കി കാണിക്കും, ചിലപ്പോൾ തല്ലോടുന്നത് തല്ലോടും. അതൊക്കെ നമ്മുടെ രീതിയാണ്, നമ്മൾ ആരും മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇതേപോലെ ഒരാൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ നാട്ടുപുറത്തുകാരനാണ്, ഞങ്ങൾ ഇങ്ങനെ ദേഷ്യമൊക്കെ വരും, അപ്പോൾ ഞങ്ങൾ തെറി പറയും, ഞങ്ങൾ മുണ്ടുനോക്കി കാണിക്കും. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. അപ്പൊ ഞാൻ തനി നാട്ടുപുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോഴും നാട്ടിൻപുറമായിരിക്കുന്ന ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ എന്റെ നാട്ടിൽ ആരും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇത് ഏത് നാട്ടുപുറത്താണ് ഇദ്ദേഹം ജനിച്ചത് നമുക്ക് പറയാനും കഴിയില്ല. അങ്ങനെയുള്ളവരോട് നമുക്ക് സംവദിക്കാൻ പറ്റില്ല. നമുക്കല്ല, സാമാന്യ നിലയിൽ മനുഷ്യർക്കാർക്കും സംവദിക്കാൻ പറ്റില്ല. ഇങ്ങനെ